30,000 അമേരിക്കൻ കുടിയേറ്റക്കാരെ ക്യൂബയിലെ ക്വാണ്ടനാമോ ജയിലിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിലും അതിനപ്പുറമായ രീതിയിൽ മറ്റൊരു പോംവഴികളും ഇല്ല എന്നതിനാൽ ഇത്തരം കുടിയേറ്റക്കാരെ ക്വാണ്ടനാമോ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്നുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ നയങ്ങളും നിലപാടുകളും അമേരിക്കൻ പ്രസിഡന്റ് ശരിവെക്കുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു ഉത്തരവ് വന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കൊടും ക്രിമിനലായിരിക്കുന്ന കുറ്റവാളികൾ 30,000 അതിൽ കൂടുതലോ അമേരിക്കയിലുണ്ട്. അത് രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലയിലൊക്കെ ചെതറിക്കിടക്കുന്ന വിഭാഗമാണ്. അവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി അവരെ പിടികൂടുകയും ക്വാണ്ടനാമോ ജയിലിലേക്ക് അവരെ മാറ്റുകയും ചെയ്യും. സ്വന്തം രാജ്യം അവരെ സ്വീകരിക്കില്ല. വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാരാണ് കുടിയേറിക്കൊണ്ട് രാജ്യത്ത് വന്നുകൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും വലിയ രീതിയിലുള്ള ക്രിമിനൽ സംഘമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വലിയ അന്വേഷണം പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുടിയേറ്റ ക്രൂരത അവസാനിപ്പിക്കാൻ വേണ്ടി നാട് കടത്താൻ തീരുമാനിച്ചത്. രാജ്യം അവർ സ്വീകരിക്കില്ല എന്നുള്ളതും അമേരിക്കയിലേക്ക് അവർ ഭാവിയിൽ തിരിച്ചു വരികയില്ല എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പ്രസിഡന്റ് ഈ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി ഇത് എക്സിക്യൂട്ടീവ് നിയമമായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കുടിയേറ്റ കൃത്യങ്ങൾ തടയാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ഒരുപാട് താമസിക്കുന്നത് ഭരണ സംവിധാനത്തിന് ഇതിനോട് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതും കുടിയേറ്റ നിയമം താൻ അധികാരത്തിൽ വന്നാൽ വളരെ അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തതാണ്. അതിക്രൂരമായ പ്രവർത്തനമാണ് ഇത്തരം കുടിയേറ്റക്കാരിൽ നിന്നുണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റ് രാജ്യങ്ങളിലെ വ്യക്തികളിൽ കുടിയേറ്റക്കാരെയാണ് തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തരത്തിലാണ് അതിന്റെ വിശദീകരണ കാര്യങ്ങൾ പോവുക. ഇനി ക്വാണ്ടനാമോ ജയിൽ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നോക്കാം. ക്യൂബ എന്ന് പറയുന്ന രാജ്യത്താണ് ക്വാണ്ടനാമോ ജയിലുള്ളത്. ഈ പ്രദേശം അമേരിക്കയുടെ കൈവശത്തിലുമാണ്. അപ്പൊ ഈ ക്യൂബയുടെ അകത്തുള്ള ക്വാണ്ടനാമോ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരാനും തിരിച്ചു വരാനും ക്യൂബയുടെ അനുവാദം ആവശ്യമില്ല. അവിടെ അവർക്ക് എയർബേസ് ഉണ്ട്, എയർപോർട്ടുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ജയിലുകളുണ്ട്. 2001 സെപ്റ്റംബർ 11 അൽഖ്വയ്ദയുടെ ഭീകരാക്രമണത്തോടനുബന്ധിച്ചാണ് ക്വാണ്ടനാമോ ലോക പ്രശസ്തി നേടുന്നത്. അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും ശിക്ഷയുമാണ് ഈ ഭാഗങ്ങളിൽ ഉള്ളത് എന്ന് പിന്നീട് പല പത്രങ്ങളും പല മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 200 ചില്ലാനം ആളുകളാണ് ആ കാലയളവിൽ ഇവിടെ പിടിക്കപ്പെട്ടത്. അതിൽ പകുതിയിലധികം ആളുകൾ ക്രൂരമായ പീഡനത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു പോയവരാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവിടുന്ന് അർദ്ധജീവനായി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മോചിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം. അവിടെ കുടുങ്ങിയിരിക്കുന്ന എത്തപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികളും യഥാർത്ഥത്തിൽ പൂർണ്ണമായിരിക്കുന്ന ജീവനോടുകൂടി തിരിച്ചു പോരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ ക്വാണ്ടനാമോ ജയിലിന്റെ അകത്ത് തന്നെ രഹസ്യമായിട്ട് ശിക്ഷാവിധി നടപ്പിലാക്കുന്ന മറ്റ് മേഖലകളും മറ്റ് കേന്ദ്രങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ മേഖലകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ രഹസ്യമായി വെക്കുക എന്നല്ലാതെ പുറത്തു വിട്ടിട്ടില്ല. ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ഈ പ്രദേശത്തേക്ക് പ്രവേശനവുമില്ല. അമേരിക്കന്റെ മുഴുവൻ കൺട്രോളിലാണ്. പ്രത്യേകമായിരിക്കുന്ന യൂണിഫോം ധരിച്ചിട്ടാണ് അന്ന് അൽഖ്വയ്ദയുടെ തീവ്രവാദികളെ ഇവിടെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. കാലിനും കൈക്കും ചങ്ങല വെച്ച് ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ കൊടിയ പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ക്വാണ്ടനാമോ ജയിലിലെ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ നടപ്പിലാക്കുന്ന ജയിലായിട്ടാണ് ക്യൂബയിലെ ക്വാണ്ടനാമോ ജയിൽ അറിയപ്പെടുന്നത്. മുൻപ് കാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്യുന്നതിന് സമാനമായിരിക്കുന്ന രീതി, ഗ്യാസ് ചേംബർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, സമാനമായിരിക്കുന്ന ശിക്ഷ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കുന്നത്. എത്തപ്പെട്ടവർ വല്ലാതൊന്നും ജീവനോടുകൂടി തിരിച്ചു പോവുക പ്രയാസമാണ്. മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണെന്നും ഇത്രയും ക്രൂരമായിരിക്കുന്ന ശിക്ഷകൾ ഇവർക്കെതിരെ വിധിക്കാൻ പാടില്ലെന്നും ഇത് ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ശിക്ഷാവിധി അല്ലാതെ
കോടതി തലത്തിൽ ശിക്ഷാവിധി ഉള്ളതല്ല എന്നുള്ളതും ആയതിനാൽ ഇത് വിധി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ ചുമതലപ്പെടുത്തണം എന്ന അഭിപ്രായമൊക്കെ ഇപ്പൊ തന്നെ അമേരിക്കയിൽ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് ഉത്തരവ് അംഗീകരിച്ചതോടുകൂടി അല്ലെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടുകൂടി കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ സംഘം മറ്റ് ഒരുപാട് പ്രവർത്തികൾ പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ വെടിവെപ്പായിട്ടും ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഈ അടുത്ത കാലത്ത് കൂടി വരുന്നുണ്ട്. അതിന്റെ പിന്നിലൊക്കെ കുടിയേറ്റ സംഘമാണ് എന്ന് തെളിയുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പെർമിഷൻ ഒന്നും ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവ് അതിന് ധാരാളം മതി എന്ന രീതിയിലാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ട്രംപിന്റെ നിലപാടിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന കാര്യം ഇപ്പോൾ പ്രസക്തമായി തന്നെ ചോദിച്ചിരിക്കുകയാണ്. കാരണം ഗാസയിൽ നിന്ന് ഫലസ്തീനികൾ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറിപ്പോകണം എന്ന ട്രംപിന്റെ ഉത്തരവിന് ശേഷം അത്ര കഠിനമായിരിക്കുന്ന ഒരു വാക്ക് പിന്നീട് അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള എതിർപ്പുകൾ വിമർശനം ഉണ്ടായതോടുകൂടി അദ്ദേഹം മലക്കം അറിയുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. നിലപാടിൽ മാറ്റി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിലപാട് ആവർത്തിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഈ മേഖലയിലും ഏത് തരത്തിലാണ് ഇനി കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതിന് ആദ്യഘട്ടത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ പ്രസിഡന്റിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത് മനുഷ്യാവകാശ സംഘടന അടക്കമുള്ള പ്രതിപക്ഷ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ക്രിമിനലാണ് എന്ന് അമേരിക്കൻ സർക്കാർ വിധി എഴുതിയ അമേരിക്കയുടെ നിയമപാലകർ വിധി എഴുതിയ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ രാജ്യത്തോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയണം എന്നുള്ളതാണ്. ആമുഖമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇവർ കൊടുംകുറ്റവാളികളാണ്, സ്വന്തം രാജ്യം ഇവരെ സ്വീകരിക്കുകയില്ല, തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ അനുവദിക്കുകയില്ല എന്ന തരത്തിലാണ്. എന്നാൽ അതിന് പകരമായ രീതിയിൽ മറ്റൊരു ബദൽ സംവിധാനം വെച്ച് ഈ രാജ്യക്കാരോടും ആ രാജ്യത്തിന്റെ എംബസിയും കോൺസുലേറ്റും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരോടും ഈ വ്യക്തികളെ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷാവിധിയും സംവിധാനങ്ങളും അവരുടെ രാജ്യത്ത് തന്നെ തുടരാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകണം, അല്ലെങ്കിൽ അവരോട് സമർപ്പിക്കണം എന്നുള്ളത്, അപേക്ഷ സമർപ്പിക്കണം എന്ന തരത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അവരും കൈയൊയ്യുന്ന സമയത്ത് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതിയുടെ വിധി എന്താണോ ആ വിധിക്കനുസരിച്ചുള്ള നടപടി എടുക്കുന്നതിലേക്ക് സർക്കാർ മാറണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വരുന്നു. എന്നാൽ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രീതിയുള്ള ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നതിനാൽ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതുകൊണ്ട് ഈ നിലപാടിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും ആദ്യഘട്ടത്തിൽ തന്നെ 30,000 ഈ കുറ്റവാളികളെ കോണ്ടനാമോ ജയിലിലേക്ക് മാറ്റും, അതിന്റെ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കട്ടിലുകളും ജീവിതോപാധിയായിരിക്കുന്ന സംവിധാന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ 30,000 കുറ്റവാളികൾക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ കോണ്ടനാമോ ജയിൽ പാകപ്പെട്ടിരിക്കുന്നു. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നതിനാൽ അവരെ എത്രയും വേഗം അവിടെ എത്തിക്കാനുള്ള സംവിധാനമാണ് നോക്കേണ്ടത് എന്ന തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് വാശി പിടിക്കുന്നു എന്നതിനാൽ ഇത് എങ്ങനെയാവും എന്ന കാര്യം വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്.